അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. നമ്മുടെ പഠനം മധുരം ചാനലിലൂടെ ഖാൻ കരിക്കോട് സാറിന്റെ കുട്ടികളുടെ മനസ്സറിയാമെന്നുള്ളത് ഈ കുട്ടികളെന്നുള്ള ഇനി യുവാക്കളുടെ മനസ്സിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം എന്താണ്, ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കിട്ടിയത് 14 വയസ്സാണ്, കൗമാരം വരെയുള്ളതാണ് കിട്ടിയത്. ഇനി കൗമാരം കഴിഞ്ഞിട്ടുള്ള 15ാമത്തെ വയസ്സിൽ യുവാവിൽ നിന്ന് തുടക്കമാണ്. ഒരു യുവാവ് ഈ കാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് പ്രായപൂർത്തി കഴിഞ്ഞു എല്ലാവരും. അപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് സാറിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. സാറേ, നമുക്ക് 15ാമത്തെ വയസ്സ് എങ്ങനെയാണ് തുടക്കം? ഉസ്താദെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഉസ്താദ് തെറ്റായി ധരിച്ചിരിക്കുന്നു. യുവാവാകുന്നില്ല, കൗമാരത്തിന്റെ ആ പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് 14 വയസ്സ്. ഇത് ഈ കൗമാര ചിന്തകൾ ഏകദേശം ഒരു 19 വയസ്സ് വരെ അതേ രീതിയിൽ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ അതിനെയും കൂടി പറയുന്നതിനകത്ത് വരും ഘട്ടങ്ങളായി പോവുകയാണ്. യുവാവ് എന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ അവർ 20 വയസ്സ് കഴിയണം. നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് തന്നെ ചർച്ച ചെയ്യാം. 15 വയസ്സാകുമ്പോൾ കുട്ടികളുടെ ആ ശാരീരിക വളർച്ച, പെൺകുട്ടികളെ സംബന്ധിച്ചോളം ശാരീരിക വളർച്ച, ഉയരം പൂർണ്ണമാകുന്നു. ഈ 15 വയസ്സിൽ പെൺകുട്ടികൾ ഇനി പിന്നീട് ഉയരം വെക്കില്ല. ആൺകുട്ടികളാണെങ്കിൽ ഒരു അല്പം കൂടി 2 വർഷം കൂടി ചിലപ്പോൾ നീളം വർദ്ധിച്ചേക്കാം, എന്നാലും വളരെ കൂടുതലൊന്നും വരാനില്ല. അതുപോലെ തന്നെ ശബ്ദം വ്യത്യാസം വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ലൈംഗിക വളർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. താടി രോമങ്ങൾ, ആൺകുട്ടികൾ ചില പറയും എനിക്ക് താടി ഉണ്ടല്ലോടാ, നിനക്ക് താടി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന എല്ലാത്തിൻ്റെ ഈ താടി വളർച്ചയുടെ ഒരു പൂർണ്ണ രൂപം എത്തുമ്പോൾ ഒരു 15 വയസ്സ് കഴിയുന്നതോടുകൂടിയാണ് വരുന്നത്. ഇനി സമയമൊക്കെ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങും. പിന്നീട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ കൂടെ ഈ ഭക്ഷണം, പെൺകുട്ടികളാകുമ്പോൾ അവർ മെലിഞ്ഞ് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ആൺകുട്ടികൾ ഭക്ഷണം കഴിക്കാൻ അതെ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് സ്ലിം ആകാനായിരിക്കും. റൊമാൻറ്റിക് ചിന്തകളൊക്കെ വരും. ആകാരത്തിലൊക്കെ ഒരു വിശ്വാസക്കുറവ് വരും. എനിക്ക് ആകാരം, ഇനി ആ സുന്ദരിയാണോ സംശയങ്ങളൊക്കെ വരും. അവരുടേതായ വീക്ഷണകോണിലെല്ലാം കാണാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. പെൺകുട്ടികളാണെങ്കിലും നമ്മളൊരു കൊച്ചു മോളാണ്, നമ്മുടെ വീട്ടിലെ കുഞ്ഞാണ് എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ മുതിർന്നവർ, പക്ഷെ കുട്ടികളുടെ ചിന്തകളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം രക്ഷകർത്താക്കൾ അറിയണം. അവർ ഫാഷനുകൾ, ശുചിത്വ ബോധങ്ങൾ വരുന്നുണ്ട്, സിനിമകളുടെ കാണുന്നു, സിനിമയെക്കുറിച്ചുമൊക്കെ പറയുന്നത് ആധികാരികമായിട്ടായിരിക്കും. അപ്പോൾ പഠനത്തിൽ ചിലപ്പോൾ പിന്നോക്കം പോവും. കൂട്ടുകാരോടൊക്കെ കൂടുതൽ കാര്യം സംസാരിക്കാനും, ഉമ്മയുടെ ഫോൺ എടുത്ത് വെച്ച് ഈ കൂട്ടുകാരോട് ഒത്തിരി സ്ഥലം സംസാരിച്ചവർ ഇപ്പോൾ ഉമ്മയുടെ ഫോൺ വേണ്ട, കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്വയം ഫോൺ കിട്ടി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ പരീക്ഷണങ്ങൾ നടത്തുക. അപ്പോൾ ബൈക്കിൻ്റെ പിന്നാലെ ബൈക്കിൽ ഓടിച്ചൊക്കെ പോകുന്ന അപകടങ്ങൾ എടുക്കുന്നിടത്താൽ 15-നും 19-നും ഇടയിലുള്ള കുട്ടികളാണ് ഒരുപാട് ഇതുപോലെ റിസ്ക് ടേക്കിംഗ് കൂടുതലാണ്. നമുക്ക് വരും വരാഴികളെ കുറിച്ച് അവർ ചിന്തിക്കില്ല, അത് എന്ത് സംഭവിക്കും എന്നുള്ളത്. നമ്മൾ ഓരോ പ്രായം കൂടുമ്പോഴും അത് പക്വതയുടെ ഭാഗം വരണം. പക്വത ശരിക്കും വരണമെങ്കിൽ 35 വയസ്സെങ്കിലും കഴിയണം. ഒരു പക്വത കറക്റ്റ് വരണമെങ്കിൽ, ആൺകുട്ടികളിൽ പക്വത വരണമെങ്കിൽ ഏകദേശം 20 വയസ്സ് ഒരു താൽക്കാലികമായ പക്വത. ഒരു വിവാഹം കഴിക്കാനുള്ള പക്വത വരണമെങ്കിൽ 27 വയസ്സ്. നല്ലൊരു രാജ്യം ഭരിക്കണമെങ്കിൽ അതിന് 35 വയസ്സ്. പക്വതയുടെ തലത്തിലേക്ക് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നില്ല. പക്ഷെ പൊതുവായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് എല്ലാത്തിലും പക്വതയാണ് ആവശ്യം. അതെ, ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടതും പക്വതയാണ്. അതിന് ഞങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് അദബെന്ന് പറയുന്നത്. ഈ ചെറുപ്പം മുതലേ ഈ അദബ് ഉണ്ടാക്കിയെടുക്കലാണ് ഒരു കുട്ടിയിൽ നമുക്ക് അത്യാവശ്യമുള്ളത്. എവിടെ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണം, ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നൊക്കെ ഒരു കുട്ടി അറിഞ്ഞിരിക്കണം. അതാണ് അദബെന്ന് അറബി പറഞ്ഞാൽ തന്നെയും പക്വതയും മര്യാദയും അച്ചടക്കവും അനുസരണയും എല്ലാം ഈ വാക്കിൽ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് സാറ് പകർന്നു നൽകുന്നത്. കാരണം നമ്മൾ ധരിച്ചു വെച്ചേക്കുന്ന പല ധാരണകളും തെറ്റാണെന്ന് ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും, പ്രത്യേകിച്ച് അറിവുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോഴേ നമ്മുടെ അറിവില്ലായ്മ മനസ്സിലാവത്തുള്ളൂ. അറിവില്ല എന്നുള്ള ബോധമാണ് ഏറ്റവും വലിയ അറിവെന്ന് നമുക്ക് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഖാൻ കരിക്കോട് സാർ, അല്ലാഹു തആല എല്ലാവിധമായ ഖൈറും നന്മകളും പടച്ചവൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്. കാരണം വിലപ്പെട്ട സമയമാണ് നമുക്ക് ഇതിനു വേണ്ടി അനുവദിച്ചു തന്നത്. സാറ് വളരെ തിരക്ക് പിടിച്ച ഒരാളാണെന്നുള്ളത് ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. സാറിന് കോടതിയിലും അതേപോലെ പല മേഖലകളിലും ഇന്നും
സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കുടുംബ കോടകൾ മാറി മാറി പോവുകയാണ്. അള്ളാഹുതല സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുതല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.